is our second part for event handling. Event handling in the second part ആണ് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So always we have already discussed about what are events, what are the different event classes, and the listeners, how we register an event class with a listener, and which are the core users there, which are the methods used, and this type of things that we have already discussed. ഇനി അടുത്തത് വേറെ ഏതൊക്കെ ഇവൻസുമായിട്ടുള്ള ഹാൻഡ്ലിങ് എങ്ങനെയാണ്? നമ്മൾ ഇവൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞു, കീബോർഡിൽ ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ, മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ, ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ, ഇതൊക്കെയാണ് ബേസിക് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ജിയോയിൽ കൺട്രോൾസിൻ്റെയാണ് നമ്മൾ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. കൺട്രോൾസ് എല്ലാം സെലക്ട് ചെയ്യുമ്പോൾ, സ്ക്രോൾ ബാർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ, ഈ ടൈപ്പ് ഇവൻറ്റ്സിനെയാണ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. സോ ഇതിനെങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ കീബോർഡ് ഇവൻറ്റ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? കീബോർഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കീ പ്രസ് ചെയ്യാണ് ഫ്രം എ കീബോർഡ്. അപ്പം അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇവൻ്റ് ആണ്, അതായത് സോഴ്സിൽ ജനറേറ്റ് ചെയ്യുന്ന ഇവൻറ്റിനാണ് നമ്മൾ കീ ഇവൻറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കീ ഇവൻറ്റിൽ എന്തൊക്കെയാണ് മെത്തേഡ്സ് ഉണ്ടായിരിക്കുക? ദാറ്റ്സ് ദ ഫസ്റ്റ് മെത്തേഡ് ഇസ് ഗെറ്റ് ക്യാരക്ടർ, ഗെറ്റ് കീ ക്യാർ ആൻഡ് ഗെറ്റ് കീ കോഡ് എന്ന് പറയുന്നത്. അപ്പം എന്ത് ക്യാരക്ടറാണോ എൻ്റർ ചെയ്തത് അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഗെറ്റ് കീ ക്യാർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഇസ് ഗെറ്റ് കീ കോഡ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ നമ്പറാണ് അവിടെ റിട്ടേൺ ചെയ്യപ്പെടുന്നത്. ഓക്കെ, കീ കോഡ്. അപ്പോൾ കീ ക്യാരക്ടറിൻ്റെ ഒരു കോഡ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ഈ ഒരു കീ ഇവൻറ്റ് എന്ന് പറയുന്ന മൗസിൻ്റെ ഒരു ലിസണറിനെ നമുക്ക് എന്തായാലും വേണം. കാരണം ഇവൻറ്റും ലിസണറും അല്ലെങ്കിൽ സോഴ്സും ലിസണറും മസ്റ്റ് ബി രജിസ്റ്റേർഡ്. അപ്പോൾ കീ ലിസണർ എന്ന് പറയുന്ന ഒരു ലിസണർ ഉണ്ടായിരിക്കും കീ ഇവൻറ്റ് എന്ന് പറയുന്നതിന്. ഓക്കെ, കീ ഇവൻറ്റിന്, അതായത് കീബോർഡിൽ നിന്ന് എടുക്കുന്നതിനെയാണ് നമ്മൾ കീ ഇവൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കീ ലിസണർ ഉണ്ടായിരിക്കും. ആ ലിസണറിൽ എങ്ങനെയാണ് നമ്മളതിനെ ആഡ് ചെയ്യുന്നത്? ആഡ് കീ ലിസണർ ദിസ്, അതായത് കറൻ്റ്ലി ഉള്ള കീനെ നമ്മൾ ആഡ് ചെയ്യാമെന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ആ മെത്തേഡ് എങ്ങനെ ആഡ് ചെയ്യും എന്നുള്ള ഒരു കോഡാണത്. ഓക്കെ, ഏതൊക്കെയാണ് ലിസണർ സൈഡിലുള്ള മെത്തേഡ്സ് എന്നാണ്. അപ്പം കീ സൈഡിലുള്ള അല്ലെങ്കിൽ സോഴ്സ് സൈഡിലുള്ള ഇവൻറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ 2 മെത്തേഡ്സുകൾ പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് ഇവൻറ്റ് സൈഡിലും അല്ലെങ്കിൽ ലിസണർ സൈഡിലും നമുക്ക് 3 മെത്തേഡ്സ് ഉണ്ടാക്കും. ബേസിക്കലി 3 മെത്തേഡ്സ് ആണ് കീ ലിസണർക്കുള്ളത്. ഒന്ന് കീ പ്രസ് ചെയ്യുമ്പം, ഒന്ന് ആ പ്രസ് ചെയ്ത കീനെ റിലീസ് ചെയ്യുമ്പം, ഒന്ന് കീനെ ടൈപ്പ് ചെയ്യും. ഓക്കെ, കീ പ്രസ്ഡ്, കീ റിലീസ്ഡ്, കീ ടൈപ്പ്ഡ്. ഓക്കെ, whenever a key is pressed, the invoked method is key pressed. Whenever a key is released, the invoked method is key released. Whenever a key is entered, being entered, the invoked method is key typed. അപ്പോൾ ഈ 3 മെത്തേഡുകളാണ്. അപ്പോൾ എന്ത് ആക്ഷനാണോ നമ്മളിവിടെ എടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ലിസണർ ഭാഗത്ത് ഏത് മെത്തേഡിനെ അവിടെ ഇൻവോക്ക് ചെയ്യണം അല്ലെങ്കിൽ പെർഫോം ചെയ്യണം എന്നുള്ളത് കീ ലിസണർ തീരുമാനിക്കുന്നത്. അത് നമ്മൾ ഡെലിഗേഷൻ മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആ ഒരു മോഡലിൽ 3 മെത്തേഡ് 1, മെത്തേഡ് 2, മെത്തേഡ് 3 എന്ന് പറഞ്ഞ് എടുത്തിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഈസ്, അപ്പം ഇതൊക്കെയാണ് കീ ലിസണറും കീ ഇവൻറ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. കീ ലിസണർ ഭാഗത്തുള്ള അല്ലെങ്കിൽ കീ ലിസണർ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ പോകുന്ന ഭാഗത്തുള്ള മെത്തേഡുകളാണ് ഇത്. കീ ഇവൻറ്റ്, കീ ജനറേറ്റ് ചെയ്യുന്ന ഭാഗത്തുള്ള ഇവൻറ്റ് മെത്തേഡുകളാണ് ഗെറ്റ് ക്യാർ, ഗെറ്റ് കീ ക്യാർ, ഇൻറ്റ് ഗെറ്റ് കീ കോഡ് എന്ന് പറയുന്ന 2 മെത്തേഡ്സ്. ഓക്കെ, ലിസണർ ടൈപ്സിലുള്ള നമ്മളിങ്ങനെയാണ് അതിൻ്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത് എന്താണ്? വോയിഡ് കീ പ്രസ്ഡ്. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഇവൻറ്റ് രജിസ്റ്റർ ചെയ്ത സമയത്ത് പബ്ലിക് വോയിഡ് കീ അല്ലെങ്കിൽ ടൈപ്പ് എന്താണോ കീ മെത്തേഡിനെയാണ് വോയിഡ് കീ മെത്തേഡ്. എന്താണ് കീ എന്ന് പറയുന്നത്? നമ്മളുടെ ലിസണർ ഭാഗത്തുള്ള അല്ലെങ്കിൽ കീബോർഡിനെ ഉദ്ദേശിക്കുന്ന കീ. അതുപോലെ കീ ലിസണർ എന്ന് പറയുന്ന ലിസണർ സൈഡിലുള്ള മെത്തേഡിൻ്റെ പേരാണ് കീ പ്രസ്ഡ്. അപ്പം ആ മെത്തേഡിനെ വിളിക്കുകയാണ്. ആ മെത്തേഡാണ് വോയിഡ് കീ പ്രസ്ഡ്. അതിൻ്റെ പാരാമീറ്ററൈസ്ഡ് മെത്തേഡാണ്. അതിനെ എന്തൊക്കെയാണ് പാസ് ചെയ്യുന്നത്? കീ ഇവൻറ്റിലെ കീ ഇവൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്ലാസ്. ആ ക്ലാസ്സിനൊരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിനെയാണ് KE എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, KE എന്ന് പറയുന്ന ഇവൻറ്റ് ക്ലാസ്സിനൊരു ഒബ്ജക്റ്റിന് ഉണ്ടാക്കണം. അതാണ് കീ ഇവൻറ്റ് എന്ന് പറയുന്ന ഇവൻറ്റ് ക്ലാസ്സിലേക്ക് ഒരു ഒബ്ജക്റ്റ്, അതാണ് നമ്മളവിടെ പാസ് ചെയ്യുന്ന പാരാമീറ്റർ. ഓരോരോ ലിസണർ മെത്തേഡിലേക്കും കീ പ്രസ്ഡ് ആയാലും കീ റിലീസ്ഡ് ആയാലും കീ ടൈപ്പ്ഡ് ആയാലും. ഓക്കെ, കാരണം കീ ഇവൻറ്റിൻ്റെയാണ് നമുക്ക് കിട്ടേണ്ടത്. കീ ഇവൻറ്റ് എന്ന് പറയുമ്പം അവിടെ തുടങ്ങുകയാണ്, കീനെ പ്രസ് ചെയ്യണോ ഗെറ്റ് ക്യാരക്ടറിനെ കിട്ടുന്നതൊക്കെയാണ്. അപ്പോൾ കീ ഇവൻറ്റിലേക്ക് നമുക്കൊരു ഒബ്ജക്റ്റിനെ വേണം. ആ ഒബ്ജക്റ്റ് ആയിരിക്കണം ഇവിടെ ഓരോ കീ പ്രസ്ഡിലേക്കും കീ റിലീസ്ഡിലേക്കും കീ ടൈപ്പിലേക്കും നമ്മൾ പാസ് ചെയ്യുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അത് എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പ്രോഗ്രാമിൽ എങ്ങനെയാണ് നമ്മൾ കീ ഇവൻറ്റ്സിന് അല്ലെങ്കിൽ കീബോർഡിൽ നിന്നുള്ളതിൻ്റെ ഹാൻഡിൽ എങ്ങനെയാണ്?
അപ്പോൾ ഓൾവേസ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, കീ ഇവൻറ്റിനെ ഒരു ആപ്ലെറ്റിലാണ് നമ്മൾ എന്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, കീനെ ഹാൻഡ്ലിംഗ് ഓഫ് കീ ഇവൻറ്റ് ഇൻ ആൻ ആപ്പ്. അപ്പം അതിനാദ്യം എന്തായിരുന്നു, നമ്മൾ ഇമ്പോർട്ട് ചെയ്തു, അതിനുശേഷം നമ്മളൊരു HTML കോഡിനെ നമ്മളവിടെ എംബഡ് ചെയ്തു. എങ്ങനെയായിരുന്നു, ആപ്ലെറ്റ് കോഡ് എന്ന് പറയുന്നത് എന്താണോ നമ്മൾ ചെയ്യുന്ന ക്ലാസ് അല്ലെങ്കിൽ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതാണ് നമ്മൾ ആപ്ലെറ്റ് കോഡിൻ്റെ പേരാക്കി കൊടുക്കുന്നത്. ആ സിമ്പിൾ കീ എന്ന് പറയുന്നതാണ് ഇവിടെ ആപ്ലെറ്റ് കോഡ് എങ്കിൽ അതേ സെയിം നെയിം ആയിരിക്കും നമ്മളുടെ പബ്ലിക് ക്ലാസ്സിനുള്ള പേരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും നമ്മൾ ആ ബ്രൗസറിൻ്റെ വിഡ്ത്തും ഹൈറ്റും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി യൂസ്ഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 300, ഹൈറ്റ് ഈസ് ഈക്വൽ ടു 100 എന്ന് പറയുന്നത്. എന്നിട്ട് ആപ്ലെറ്റ് എന്ന് പറയുന്നതിന് നമ്മൾ അവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, ആപ്ലെറ്റ് ടാഗിനെ. എന്നിട്ടാണ് നമ്മൾ നമ്മളുടെ ക്ലാസ് തുടങ്ങുന്നത്. ക്ലാസ് തുടങ്ങിയിട്ട് എന്താണ് ആപ്ലെറ്റ് കോഡിൽ നമ്മളെ പേര് അതുതന്നെയാണ് നമ്മൾ ക്ലാസ്സിൻ്റെ പേരാക്കി കൊടുക്കുന്നത്. പബ്ലിക് ക്ലാസ് സിമ്പിൾ കീ. ആപ്ലെറ്റിനെ നമ്മൾ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആപ്ലെറ്റിനെ എന്തായാലും എക്സ്റ്റെൻസ് ചെയ്യണം, എക്സ്റ്റെൻസ് ആപ്ലെറ്റ്. എന്നിട്ടാണ് നമ്മൾ കീ ലിസണർ എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇൻ്റർഫേസസ് വഴിയാണ്. സോ ഒബ്വിയസ്ലി വി ഹാവ് ടു ഇംപ്ലിമെൻറ്റ്സ് കീ ലിസണർ എന്ന് പറയുന്നതിന് ഇംപ്ലിമെൻറ്റ്സ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ കീ ഇംപ്ലിമെൻറ്റ്സ് കീ ലിസണർ. അപ്പോൾ കീ ലിസണറിനെ ഇംപ്ലിമെൻറ്റ്സ് ചെയ്യണം എന്ന് പറയുമ്പം കീ ലിസണറിലെ എത്ര മെത്തേഡുകളുണ്ടോ അത്രയും മെത്തേഡുകൾ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ പിന്നെ ഓൾറെഡി ഡിക്ലെയർ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് സ്ട്രിങ് മെസ്സേജ് ഈക്വൽ ടു ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ സ്ട്രിങ് മെസ്സേജിനെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇൻറ്റ് എക്സ് ഈക്വൽ ടു 10, വൈ ഈക്വൽ ടു 20. അതായത് കോർഡിനേറ്റ്സ് ആണ്, കോർഡിനേറ്റ്സിനെ കൊടുത്തിരിക്കുകയാണ്. XY കോർഡിനേറ്റ്സ്, Y 10, 20 എന്ന് പറയുന്ന രണ്ട് ഔട്ട്പുട്ട് കോർഡിനേറ്റ്സിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം നമുക്കറിയാം ആപ്ലെറ്റ് കോഡുകളിലുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് മെത്തേഡുകളുണ്ട്. ഇനിറ്റ്, സ്റ്റോപ്പ്, സ്റ്റാർട്ട് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ ദാറ്റ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ ദി ആപ്ലെറ്റ് സെഷൻ. ഇവിടെ ഇനീഷ്യലൈസ് ചെയ്യണം, ആപ്ലെറ്റിനെ ഇനീഷ്യലൈസ് ചെയ്യണം. കാരണം ആപ്ലെറ്റിലാണ് നമ്മൾ ഇതെല്ലാം വ്യൂ ചെയ്തത്. സോ വി ഹാവ് ടു ഇനീഷ്യലൈസ് ഇറ്റ്. സോ യൂസ് ദി മെത്തേഡ് ഇനിറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമ്മളവിടെ യൂസ് ചെയ്തു. ഇനിറ്റ് എന്ന് പറയുമ്പം ജസ്റ്റ് തുടങ്ങി, അതായത് നമ്മളൊരു കീ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ലിസണറിലേക്ക് കീ ഇവൻറ്റ് അവിടെ ജനറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്തായാലും ലിസണറിലേക്ക് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ലിസണറിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ട കോഡ് നമ്മൾ ഇവിടെ ആഡ് ചെയ്തു. എന്താണ്, ആഡ് കീ ലിസണർ ദിസ്. അതായത് ഇപ്പോൾ കറണ്ട് ആയിട്ടുള്ളതിനെ ജസ്റ്റ് ആഡ് ചെയ്യണം എന്ന് പറയുന്ന കോഡ് ഇനീഷ്യലൈസ് അല്ലെങ്കിൽ ഇനിറ്റ് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ ഉള്ളിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ആ ലിസണർ അപ്പോൾ എന്താണ് അവിടെ രജിസ്റ്റർ ആയിട്ടുണ്ടാകും. രജിസ്റ്റർ ആയതിനു ശേഷമുള്ള ലിസണറിലുള്ള കീ ഇവൻറ്റിനുള്ള ലിസണറിലുള്ള മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതൊന്ന് കീ പ്രസ്ഡ് ആണ്, കീ റിലീസ്ഡ് ആണ്, കീ ടൈപ്പ്ഡ് ആണ്. ആ മൂന്ന് മെത്തേഡിനെയും നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തതാണ് കാണുന്നത്. ഓക്കെ, കീ പ്രസ്ഡിനെ ഡിഫൈൻ ചെയ്തപ്പം അതിൻ്റെ ബ്രാക്കറ്റിൽ അല്ലെങ്കിൽ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്തിരിക്കുന്നത് കീ ഇവൻറ്റ് എന്ന് പറയുന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് KE എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. ഷോ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഓൾറെഡി ആപ്ലെറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള രണ്ട് മെത്തേഡുകൾ പറഞ്ഞിരുന്നു. ഒന്ന് ഡ്രോ സ്ട്രിങ്, അതിൽ ആപ്ലെറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്ട്രിങ്ങിനെ ഡ്രോ ചെയ്യുക. രണ്ടാമത്തേത് അതിൻ്റെ സ്റ്റാറ്റസ് ബാറിൽ ഷോ ആവുന്ന ഒരു മെസ്സേജ്, അതാണ് ഷോ സ്റ്റാറ്റസിൻ്റെ ഉള്ളിൽ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്താണോ നമുക്ക് സ്റ്റാറ്റസിൽ വ്യൂ ആവേണ്ടത് അതാണ് കീ ഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ സ്റ്റാറ്റസ് ബാറിൽ കീ ഡൗൺ എന്ന് പറയുന്നത് ഷോ ആവും. കീ റിലീസ്ഡിൻ്റെ സമയത്ത് എന്താണ്, കീ ഇവൻറ്റിൽ ഏത് കീനെയാണോ നമ്മൾ റിലീസ് ചെയ്തിട്ടുള്ളത് അത് ഇങ്ങോട്ട് പാസ് ചെയ്യും, കീ അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, കീ റിലീസ് ചെയ്യുന്ന സമയത്ത്. ദെൻ കീ ടൈപ്പ്ഡിൽ ഏത് ടൈപ്പ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടണം. ക്യാരക്ടേഴ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ MST, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രിങ് MST എന്ന് പറയുന്നത് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. MSTയിലേക്ക് അപ്പൻഡ് ചെയ്തിട്ട് എന്താണ് വരേണ്ടത്, KE വരേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് കീ ക്യാരക്ടർ എന്ന് പറയുന്നത് കീ ഇവൻറ്റിലുള്ള ഒരു മെത്തേഡാണ്. കീ ഇവൻറ്റിലുള്ള ജനറേറ്റ് സമയത്തിലുള്ള നമ്മളൊരു മെത്തേഡാണ് ക്യാരക്ടർ ഗെറ്റ് കീ ക്യാർ എന്ന് പറയുന്നത്. ആ ഒബ്ജക്റ്റിലേക്ക് നമുക്ക് ഓൾറെഡി കീ ഇവൻറ്റിൻ്റെ ഒബ്ജക്റ്റ് വെച്ചാൽ മാത്രമേ ഗെറ്റ് കീ ക്യാർ എന്ന് പറയുന്ന മെത്തേഡ് നമുക്ക് കിട്ടുകയുള്ളൂ. അതായത് ഓരോ ക്യാരക്ടേഴ്സിന് ടൈപ്പ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് വി യൂസ്ഡ് വാട്ട് മെസ്സേജ് എന്ന് പറയുന്നതിലേക്ക് KE എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് കീ ക്യാർ എന്ന് പറയുന്ന മെത്തേഡിനെ വിളിച്ചു. എന്നിട്ട് വീണ്ടും റീപെയിൻറ്റ് ചെയ്തു. റീപെയിൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നത്തിങ് ബട്ട് കോളിംഗ് പെയിൻറ്റ് മെത്തേഡിനെ വീണ്ടും വിളിക്കുന്നതിന് കോളിംഗ് പെയിൻറ്റ് മെത്തേഡ് again and again, അതാണ് പെയിൻറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് വീണ്ടും കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഏത് ക്യാരക്ടറാണ്, അപ്പോൾ ക്യാരക്ടറിനെ എങ്ങനെ കിട്ടിയത് നോക്കാം. കീ ഇവൻറ്റ് എന്ന് പറയുന്ന മെത്തേഡിലുള്ള ഗെറ്റ് കീ ക്യാർ കീ ഇവൻറ്റ് എന്ന് പറയുന്ന എന്താണ്
കീ ഇവൻ്റ് എന്ന് പറയുന്നത് എന്താണോ, കീ ഇവൻ്റ് എന്ന് പറയുന്ന മെത്തേഡ്സുകൾ ഏതൊക്കെയാണോ ആ മെത്തേഡുകളിലുള്ളതാണ് നമുക്ക് ക്യാരക്ടറിനെ കിട്ടുക എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു മെത്തേഡാണ് ഗെറ്റ് കീ ക്യാർ എന്ന് പറയുന്നത്. ആ മെത്തേഡിനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കീനെയാണോ നമ്മളിവിടെ പ്രസ് ചെയ്തിരിക്കുന്നത് അത് കിട്ടും. അത് കിട്ടാൻ വേണ്ടിയിട്ട് വി യൂസ്ഡ് കെ ഇ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ അവിടെ വിളിച്ചു. ഓക്കെ, ദെൻ ഡിസ്പ്ലേയിങ്, പെയിൻറ്റ് വെച്ചിട്ട് എന്താണോ നിങ്ങൾക്ക് കിട്ടിയത് അതിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദ ഔട്ട്പുട്ട് ഈസ് ദിസ് ആപ്ലെറ്റ്, ദിസ് ഇസ് എ ടെസ്റ്റ് കീ അപ്പ് എന്ന് പറയുന്ന ഒരു ഇവൻ്റ് ആണ് മൗസ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൗസ് ഇവൻ്റ് എന്ന് പറയുന്ന ഒരു ഇവൻ്റ് ആണ് അവിടെ ജനറേറ്റ് ചെയ്യുക. നേരത്തെ കീ ഇവൻ്റ് ആയിരുന്നു, അതായത് കീബോർഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനെ കീ ഇവൻ്റ് എന്ന് വിളിച്ചു. ഇവിടെ മൗസ് ഇവൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ മൗസ് ഇവൻറ്റിൽ എന്തൊക്കെ മെത്തേഡ്സുകൾ ഉണ്ടാവും? അതിൽ അധികവും വേണ്ടത് XY കോർഡിനേറ്റ്സ്, കാരണം മൗസിൻ്റെ ഒരു മൂവ്മെൻ്റ് അല്ലേ, അപ്പോൾ നമുക്ക് ആ മോഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ആ കോർഡിനേറ്റ്സിനാണ് ആവശ്യം, മൗസിൻ്റെ കോർഡിനേറ്റ്സിന്. അപ്പോൾ XY കോർഡിനേറ്റ്സ് ആണ് നമുക്കിവിടെ കിട്ടേണ്ടത്. അപ്പോൾ രണ്ട് മെത്തേഡ്സുകളുടെ പേരെന്ന് പറയുന്നത് ഗെറ്റ് എക്സും ഗെറ്റ് വൈയും ആണ്. ഓക്കെ, മൗസ് ഇവൻറ്റിലുള്ള രണ്ട് മെത്തേഡുകളുടെ പേര്. പിന്നെ വേറൊരു മെത്തേഡുണ്ട് ഗെറ്റ് പോയിന്റ്, യൂസ്ഡ് ടു ഒബ്റ്റെയിൻ ദി കോർഡിനേറ്റ്സ് ഓഫ് ദി മൗസ്. മൗസിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡായിരുന്നു ഗെറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ മൗസ് ഇവൻ്റായി. മൗസ് ഇവൻ്റ് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവിടെ ഒരു ലിസണറിലേക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്യണം. അപ്പം രണ്ട് ലിസണറുകളുണ്ട് ഈ മൗസ് ഇവൻറ്റ്സിന്. ഓക്കെ, കീ ഇവൻറ്റ്സിനെല്ലാം നമ്മൾ ഒരൊറ്റ ലിസണറിനെ മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പം മൗസ് ഇവൻറ്റ്സിൻ്റെ കേസിലാകുമ്പോൾ രണ്ട് ലിസണറിലുണ്ട്. അപ്പോൾ രണ്ട് ലിസണറിലേക്കും നമുക്ക് രജിസ്റ്റർ ചെയ്യണം. ആ രണ്ട് ലിസണറിൻ്റെ പേര് ഒന്ന് മൗസ് ലിസണറും രണ്ടാമത്തത് മൗസ് മോഷൻ ലിസണറും ആണ്. ഓക്കെ, കീ ഇവൻറ്റ്സിൽ എന്തൊക്കെയായിരുന്നു? കീ ഇവൻ്റ് എന്ന് പറയുമ്പോൾ കീൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരൊറ്റ ലിസണർ മാത്രമേ ഉള്ളായിരുന്നു, അതിൻ്റെ പേരായിരുന്നു കീ ലിസണർ എന്ന് പറയുന്നത്. ഓക്കെ, മൗസ് ഇവൻറ്റ്സിൻ്റെ കേസിൽ നമുക്ക് എത്ര ഉണ്ട്? രണ്ട് ലിസണേഴ്സ് ഉണ്ട്. ഒന്ന് ആഡ് മൗസ് ലിസണറും മൗസ് മോഷൻ ലിസണറും. അതിനെ എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന് ആഡ് മൗസ് ലിസണർ, ആഡ് മൗസ് മോഷൻ ലിസണർ. ടൈപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൽ മൗസ്, രണ്ടാമത്തെ കേസിൽ ടൈപ്പ് എന്ന് പറയുന്നത് മൗസ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിസണേഴ്സ് ഫോർ മൗസ് ഇവൻറ്റ്സിൻ്റെ രണ്ട് ലിസണേഴ്സ്. അപ്പോൾ ഒബ്വിയസ്ലി ഓരോ ലിസണർക്കും ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ കീ ഇവൻറ്റ്സിൻ്റെ പറഞ്ഞപ്പം കീ ലിസണറിന് 3 മെത്തേഡുകൾ പറഞ്ഞു. അതേപോലെ മൗസ് ഇവൻറ്റിന് രണ്ട് ലിസണേഴ്സ് ഉണ്ടെങ്കിൽ രണ്ട് ലിസണേഴ്സിനും സെപ്പറേറ്റ് ആയിട്ട് മെത്തേഡുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ മൗസ് ലിസണർ ഇൻ്റർഫേസിന് 5 മെത്തേഡുകളാണുള്ളത്. ഏതൊക്കെയാണ് 5 മെത്തേഡ്? ഒന്ന് മൗസ് ക്ലിക്കഡ്, മൗസ് എൻറ്റേർഡ്, മൗസ് എക്സിറ്റഡ്, മൗസ് പ്രസ്ഡ്, മൗസ് റിലീസ്ഡ് എന്ന് പറയുന്ന 5 മെത്തേഡുകളുണ്ട്. അപ്പോൾ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇൻവോക്ക് ചെയ്യപ്പെടുന്ന മെത്തേഡ്. പിന്നെ മൗസ് ഒരു കമ്പോണൻറ്റിലേക്ക് നമ്മളിങ്ങനെ മൂവ് ചെയ്തിട്ട് മൗസിൻ്റെ ഒരു കേഴ്സർ എൻ്റർ ചെയ്യുന്ന സമയത്ത് അതാണ് മൗസ് എൻറ്റേർഡ് എന്ന് പറയുന്ന മെത്തേഡ്. മൗസ് എക്സിറ്റഡ് എന്ന് പറയുന്നത് അതിൽ നിന്ന് ലീവ് ചെയ്യുന്ന സമയത്ത് ഇൻവോക്ക് ചെയ്യപ്പെടുന്ന മെത്തേഡ്. മൗസ് പ്രസ്ഡ് എന്ന് പറയുമ്പോൾ ഒരു മൗസിൻ്റെ ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത്, എന്നിട്ട് ആ പ്രസ് ചെയ്തിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത്. അപ്പം ഇതാണ് മൗസ് എന്ന് പറയുന്ന മൗസ് ലിസണറിൻ്റെ മെത്തേഡുകൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് മൗസ് മോഷൻ, അതായത് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന അല്ലെങ്കിൽ മൗസ് മൂവ് ചെയ്യുന്ന. അപ്പോൾ ഈ രണ്ട് മെത്തേഡുകളാണ് മൗസ് മോഷൻ ലിസണറിൽ വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് മൗസ് ഡ്രാഗ്ഡ്, ദെൻ സെക്കൻഡ് വൺ ഈസ് മൗസ് മൂവ്ഡ്. ഓക്കെ, മൗസ് ഡ്രാഗ് ചെയ്യുന്ന സമയത്തും ഒരു മൗസിനെ ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ ടൈംസിൽ മൂവ് ചെയ്യുന്ന സമയത്തുമുള്ള രണ്ട് മെത്തേഡ്സ്. സോ 2 listeners are there for mouse event. The first listener is mouse listener. Second listener's name is mouse motion listener, and there are different methods to separate listeners. There are different methods for separate listeners. Okay, then these are the methods used for listeners in case of the mouse event methods. Okay, അപ്പോൾ മൗസ് ലിസണറിൻ്റെ 3 മെത്തേഡുകൾ, മൗസ് ലിസണറിൻ്റെ 5 മെത്തേഡുകളും മൗസ് ലിസണറിൻ്റെ മൗസ് മോഷൻ ലിസണറാണ് ഈ കേസിൽ ഇവിടെ ഉള്ളത്. മോഷൻ ലിസണർ എന്നാണ് സെക്കൻഡ് കേസ് എന്ന് പറയുന്നത്. മൗസ് മോഷൻ ലിസണറിനും മൗസ് ലിസണറിനും എത്ര മെത്തേഡ്സുകളുണ്ട് അതാണ് നിങ്ങളെ കാണുന്നത്. പിന്നെ മൗസ് ഇവൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഇവൻറ്റ്, ബേസിക് ആയിട്ടുള്ള ഇവൻറ്റ് എന്ന് പറയുന്നത് ഗെറ്റ് എക്സും ഗെറ്റ് വൈയും ആണ്. ഓക്കെ, ദെൻ അപ്പം ഇങ്ങനെയാണ് മെത്തേഡുകൾ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും എഴുതുമ്പോൾ നമുക്ക് മൗസ് ലിസണറിലേക്ക് നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ മൗസ് ഇവൻറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെതായിരിക്കണം കിട്ടേണ്ടത്. സോ ഒബ്വിയസ്ലി വി ഹാവ് ടു ആഡ് ആൻ ഒബ്ജക്റ്റ് ഫോർ മൗസ് ഇവൻറ്റ് ക്ലാസ്. മൗസ് ഇവൻറ്റ് ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ആയിരിക്കണം നമ്മുടെ ലിസണറിൽ യൂസ് ചെയ്യുന്ന മെത്തേഡുകളുടെ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യേണ്ടത്. ഒബ്വിയസ്ലി, കാരണം അതാണ് നമുക്ക് കിട്ടേണ്ടത്. സോ മൗസ് ഇവൻറ്റ് എന്ന് പറയുന്ന ഇവൻറ്റിന് ME എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ മെത്തേഡിലേക്കും നമ്മൾ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നത്. ഓക്കെ,
സോ ഓരോരോ മെത്തേഡുകൾ എങ്ങനെയാണ് നമ്മളത് എങ്ങനെയാണ് പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ നോക്കാം. പ്രോഗ്രാം നമ്മൾ ആപ്ലെറ്റ് പോലെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആപ്ലെറ്റ് കോഡ് മൗസ് ഇവൻറ്റ്സ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ആപ്ലെറ്റിൻ്റെ പേരാക്കിയിട്ടുള്ളത്. അത് തന്നെയായിരിക്കും നമ്മളെ ക്ലാസ്സിൻ്റെ പേരും കൊടുക്കേണ്ടത്. ഒബിയസ്ലി ദ ബ്രൗസേഴ്സ് ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നതാണ് 300 100 എന്ന് പറയുന്ന കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ എന്താണ് മൗസ് ഇവൻറ്റ്. അപ്പോൾ നമുക്ക് ഇത്രയും 5ഉം 2ഉം 7 മെത്തേഡുകൾ നമ്മൾ ഈ പ്രോഗ്രാമിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശരിക്കും ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ എന്താണോ മെത്തേഡുകളുടെ പേരും അതിൻ്റെ ഒബ്ജക്റ്റുകളുടെ പേരും മാത്രം കിട്ടിയാൽ ആ മെത്തേഡിലേക്ക് ഡോട്ട് വെച്ചിട്ട് ആക്സസ് ചെയ്യാവുന്ന വെരി സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. പക്ഷേ കുറച്ച് ലെങ്തി ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ് ഓർ ടെൻസ്ഡ്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നേരത്തെ ചെയ്ത പോലെ തന്നെ ആപ്ലെറ്റിലാണ് നമ്മൾ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആപ്ലെറ്റിലാണ് നമ്മളത് കാണിക്കുന്നതെങ്കിൽ നമ്മൾ ആപ്ലെറ്റിന് എന്തായാലും എക്സ്റ്റെൻസ് ചെയ്യണം, അതായത് ഇൻഹെറിറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് 2 ലിസണേഴ്സ് ഉണ്ട്. ഓക്കെ, ഇംപ്ലിമെൻറ്റ് ലിസണേഴ്സ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഇൻ്റർഫേസ് വഴിയാണ് ലിസണേഴ്സിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കുന്നത്. സോ വി ഹാവ് ടു ഇംപ്ലിമെൻറ്റ് 2 ഇൻ്റർഫേസസ്. 2 ഇൻ്റർഫേസ്, ഒന്ന് മൗസ് ലിസണറും ഒന്ന് മൗസ് മോഷൻ ലിസണറും. അപ്പം കോമ ഇട്ടിട്ട് 2 ലിസണേഴ്സിൻ്റെ പേര് എഴുതുക. എന്നിട്ട് നമ്മൾ കോഡ് തുടങ്ങുകയാണ്. ആദ്യം നമ്മൾ മെസ്സേജ് എന്താണോ അങ്ങനെ ഒരു വേരിയബിളിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തു. പിന്നെ നമുക്ക് ഒബിയസ്ലി മൗസിൻ്റെതായതുകൊണ്ട് നമുക്ക് കോർഡിനേറ്റ്സ് ആവശ്യമാണ്. മൗസ് എക്സ് മൗസ് വൈ എന്ന് പറയുന്ന ഇനീഷ്യലൈസ് ചെയ്തിട്ട് 2 = 0 എന്ന് പറയുന്ന 2 കോർഡിനേറ്റ്സിനെ കൊടുത്തു. പിന്നെ ഇനിറ്റ് എന്ന് പറയുന്ന ആപ്ലെറ്റിലുള്ള ഇനിറ്റ് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ ഉള്ളിൽ നമ്മൾ 2 ലിസണേഴ്സിനെയും രജിസ്റ്റർ ചെയ്യണം. അതായിരിക്കണം ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെത്തേഡുകൾ അല്ലെങ്കിൽ കാര്യം ചെയ്യേണ്ടത്. ഓക്കെ, മൗസ് ലിസണറും മൗസ് മോഷൻ ലിസണറിനെയും ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനിറ്റ് മെത്തേഡിൽ കൊടുക്കേണ്ടത്. സോ ഇംപ്ലിമെൻറ്റിംഗ് മെത്തേഡ്സ് ഓഫ് മൗസ് ലിസണർ. ഓക്കെ, മൗസ് ഫസ്റ്റ് ഇൻ്റർഫേസ് ആണ് മൗസ് ലിസണർ. അതിൽ 5 മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകൾ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ മൗസ് ക്ലിക്കഡ്. ഓക്കെ, അപ്പം അതിൻ്റെ എങ്ങനെയാണ് ആ മെത്തേഡിനെ എഴുതുക? വോയിഡ് മൗസ് ക്ലിക്കഡ് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ പേര് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ മൗസ് ഇവൻറ്റ് എന്ന് പറയുന്ന നമ്മൾ ആക്ച്വലി ജനറേറ്റ് ചെയ്യുന്ന ഇവൻറ്റിനൊരു ഒബ്ജക്റ്റ്, അതാണ് ME എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. അപ്പോൾ മൗസ് എക്സും മൗസ് വൈ 10 എന്ന് പറയുന്ന ഒരു മൗസ് വൈയിലേക്ക് 10 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുത്തു. മെസ്സേജിൻ്റെ ഉള്ളിൽ നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത സ്ട്രിംഗ് മെസ്സേജിൻ്റെ ഉള്ളിൽ എന്ത് വരണം? മൗസ് ക്ലിക്കഡ് എന്ന് പറയുന്ന മെസ്സേജ് ആയിരിക്കണം ആ മെസ്സേജിൻ്റെ ഉള്ളിൽ വരേണ്ടത്. ഓക്കെ, എന്നിട്ട് റീപെയിൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ ആപ്ലെറ്റിൽ മൗസ് ക്ലിക്കഡ് എന്ന് പറയുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പെയിൻറ്റ് ഫംഗ്ഷൻ, ആപ്ലെറ്റിലുള്ള പെയിൻറ്റ് ഫംഗ്ഷനെ വീണ്ടും വിളിക്കാം. അപ്പം ഇത് മാത്രമാണ് ഈ ഒരു കോഡ് എന്ന് പറയുന്നത്. എന്താണോ കോഡ് മെത്തേഡിൻ്റെ സിൻടാക്സ്, അതിൻ്റെ ഉള്ളിൽ എന്താണോ മെസ്സേജ് എൻ്റർ ആവേണ്ടത് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മൗസ് എൻറ്റേർഡ് എന്ന് പറയുന്ന കോഡ് ഇങ്ങനെയാണ് ജനറേറ്റ് ആവുന്നത്. അതിൻ്റെ ഉള്ളിൽ മൗസ് ഇവൻറ്റിന് ഒരു ഒബ്ജക്റ്റിനെ വിളിക്കുക, എന്നിട്ട് 2 കോർഡിനേറ്റ്സ് വാല്യൂ കൊടുക്കുക. അതേപോലെ തന്നെ മൗസ് എക്സിറ്റഡ്. ദെൻ അഗൈൻ വി ആർ വെയിറ്റിംഗ്, അല്ലെങ്കിൽ വി ആർ ഓൾവേസ് കോളിങ് റീപെയിൻറ്റ് എന്ന് പറയുന്ന മെത്തേഡിനെ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പെയിൻറ്റിന് അല്ലെങ്കിൽ നമുക്ക് ആപ്ലെറ്റിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും പെയിൻറ്റ് മെത്തേഡിനെ നമ്മൾ ഓൾറെഡി അഗൈൻ ആൻഡ് അഗൈൻ വി ആർ കോളിങ് ദി മെത്തേഡ് പെയിൻറ്റ്. ഓക്കെ, ദെൻ മൗസ് പ്രസ്ഡ് ചെയ്യുമ്പോൾ ഉള്ള സെയിം ഫംഗ്ഷൻ. മൗസ് പ്രസ്ഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? മൗസ് പ്രസ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് മൗസ് എക്സിലേക്ക് me.getX എന്ന് പറയുന്ന, എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ ഓൾറെഡി പറഞ്ഞു മൗസ് ഇവൻറ്റിലുള്ള ഗെറ്റ് എക്സും ഗെറ്റ് വൈയും എവിടെയാണോ എക്സും വൈയും കോർഡിനേറ്റ് ആണ് കിട്ടേണ്ടത്. മൗസ് പ്രസ് ചെയ്യുന്ന സമയത്താണ്, എവിടെയാണ് പ്രസ് ചെയ്തു, മറ്റേത് രണ്ടും ക്ലിക്കഡ് ആയിരുന്നു, ഒന്ന് എൻ്റർ ആയിരുന്നു, ഒന്ന് എക്സിറ്റ് ആയിരുന്നു. ഒരു കമ്പോണൻറ്റിലേക്ക് എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഒരു കീ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് എൻ്റർ ചെയ്യുക, എക്സിറ്റ് ചെയ്യുക എന്ന് പറയുന്നതായിരുന്നു ആദ്യത്തെ 3 മെത്തേഡുകൾ. മൂന്നാമത്തെ മെത്തേഡാണ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുന്ന സമയത്ത് എന്താണ്? പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയാണ് പ്രസ് ചെയ്തത് അല്ലെങ്കിൽ ആ കോർഡിനേറ്റ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ME എന്ന് പറയുന്ന ഒബ്ജക്റ്റ് .getX എന്ന് പറയുന്ന മൗസ് ഇവൻറ്റിലെ ഒബ്ജക്റ്റ് മെത്തേഡിൻ്റെ പേരാണ് getX. അങ്ങനെയാണ് പ്രസ് ചെയ്യുന്ന സമയത്ത് കിട്ടേണ്ടത്, പ്രസ്സിലേക്ക് വരേണ്ടത്. ഓക്കെ, മൗസ് പ്രസ്സിൽ me.getX, y കോർഡിനേറ്റിലേക്ക് me.getY. അതുവരെ നമ്മൾ എൻ്ററിങ്ങും പിന്നെ എക്സിറ്റിങ്ങും ആയിരുന്നു. ഓക്കെ, അതിനെ വീണ്ടും റീപെയിൻറ്റ് ചെയ്യുക. അപ്പോൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ എവിടെയാണ് പ്രസ് ചെയ്തതെന്നുള്ള വാല്യൂസ് അവിടെ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ റിലീസ് ചെയ്യണം. പ്രസ് ചെയ്ത സമയം റിലീസ് ചെയ്യുമ്പോഴും എവിടെയാണ്? മൗസ് എക്സിലും മൗസ് വൈയിലും സെയിം ഇത് തന്നെ നമ്മൾ അസൈൻ ചെയ്യണം. എന്ത് ചെയ്യണം? മൗസ് എക്സിൽ me.getX കൊടുക്കണം, me.getYയും കൊടുക്കണം. എവിടെ വെച്ചിട്ടാണോ നമ്മൾ റിലീസ് ചെയ്തത്, അല്ലെങ്കിൽ സെയിം മെസ്സേജ്. അപ്പോൾ മെസ്സേജ് അപ്പ് എന്ന് കൊടുക്കുന്നു അവിടെ നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ദെൻ അത്രയുമാണ് നമ്മളുടെ മൗസ്
മൗസ് ലിസണറിൻ്റെ ഇൻ്റർഫേസിൽ മൗസ് ലിസണറിൻ്റെ വരുന്നത്. മൗസ് മോഷൻ ലിസണറിൻ്റെ എവിടെയൊക്കെയാണ് വരുന്നത് നോക്കാം. മൗസ് മോഷൻ ലിസണറിൽ എന്ന് പറയുമ്പോൾ മൗസ് ഹൗസ് ഹാൻഡിൽ, മൗസ് ഡ്രാഗ് ചെയ്യുന്ന സംഭവം. ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് എന്തായാലും കോർഡിനേറ്റ്സ് വാല്യൂ വി ഹാവ് ടു ഗെറ്റ് ദ കോർഡിനേറ്റ്സ് വാല്യൂ. മൗസ് എക്സിലേക്കും മൗസ് വൈയിലേക്കും നമ്മൾ കോർഡിനേറ്റ്സ് വാല്യൂ ME എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഡോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് ഷോ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ആപ്ലെറ്റിലുള്ള ഷോ സ്റ്റാറ്റസ് എന്ന് പറയുന്ന മെത്തേഡിൽ എന്താണ്, എവിടേക്കാണോ ഡ്രാഗിങ് മൗസ് അറ്റ് മൗസ് എക്സ് മൗസ് വൈ എന്ന് പറയുമ്പോൾ എവിടേക്കാണോ അത് ഡ്രാഗ് ആയത് എന്നുള്ള ഏത് കോർഡിനേറ്റ്സ് ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അതിനെ വീണ്ടും റീപീറ്റ് ചെയ്യാം. ദ നെക്സ്റ്റ് വെരി മെത്തേഡ് എന്ന് പറയുന്നത് മൗസ് മൂവ്ഡ്. മൗസ് ഷോ സ്റ്റാറ്റസിൽ ഏതിലൂടെയാണ് മൂവ് ചെയ്തതെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് നത്തിങ്, വെരി സിമ്പിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് ആ മെത്തേഡുകളുടെ പേരും അതിലുള്ള രണ്ട് ലിസണറിലെ മെത്തേഡുകളുടെ പേരും ഇവൻറ്റിൻ്റെ മെത്തേഡുകളുടെ മൗസ് ഇവൻറ്റിൻ്റെ മെത്തേഡുകളുടെ പേരും കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. പ്രസ് ചെയ്യുന്ന സമയത്തും റിലീസ് ചെയ്യുന്ന സമയത്തും മാത്രമാണ് നമുക്ക് എവിടെയാണ് ചെയ്തതെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗെറ്റ് എക്സ് ഗെറ്റ് വൈനെ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിട്ട് ആക്സസ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ബാക്കി രണ്ടും പിന്നെ അടുത്ത ലിസണറിലാണ്. മൗസ് മോഷൻ ലിസണർ വരുമ്പോൾ അതിലേക്കും മൗസ് എക്സിലേക്കും മൗസ് വൈയിലേക്കും ഗെറ്റ് എക്സും ഗെറ്റ് വൈയും നമ്മൾ എന്താണ് ME എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വെച്ചിട്ട് ആക്സസ് ചെയ്തെടുക്കുന്നു. ഓക്കെ, എന്നിട്ട് അത് ഷോ സ്റ്റാറ്റസ് ബാറിൽ നമ്മളത് കാണുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ ഔട്ട് എന്ന് പറയുന്നത് എന്ത് വരും? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആപ്ലെറ്റിൽ നമ്മൾ അതിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. പെയിൻറ്റ് മെത്തേഡിനുള്ളിൽ നമ്മൾ ഗ്രാഫിക്സ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ വിളിക്കുന്ന കാര്യമല്ല നമ്മൾ ആപ്ലെറ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ G എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഡോട്ട് ഡ്രോ സ്ട്രിങ്, എന്താണ് ഡ്രോ ചെയ്യേണ്ടത്? മെസ്സേജ്. മെസ്സേജിൽ എന്താണ് മെസ്സേജ് എന്ന് പറയുന്നത് നമ്മളിവിടെ പ്രിൻ്റ് ആയിട്ടുള്ളത്? മെസ്സേജ് എന്താണോ അതിനെ നമ്മൾ ഡൺ എന്ന് പറയുന്ന ഒരു മെസ്സേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡ്രോ മെസ്സേജ് മൗസ് എക്സ് മൗസ് വൈ. അപ്പം നമുക്ക് ഗെറ്റ് എക്സ് ഗെറ്റ് വൈ എന്ന് പറയുന്നതിൻ്റെ രണ്ട് കോർഡിനേറ്റ്സ് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. അതിനെ നമ്മൾ ഇവിടെ എന്താണ്, എവിടെയാണോ ഡ്രോ സ്ട്രിങ് എന്ന് പറയുന്ന ഡൗൺ എന്ന് ആപ്ലെറ്റ് എന്ന് പറയുന്നതിൽ നമ്മൾ വ്യൂ ആയിട്ടിരിക്കുന്നതാണ് കേട്ടോ. ഡൗൺ എന്ന് പറയുന്നതാണ് ഇവിടെ എന്തായിട്ടുള്ളത്, ബ്രൗസറിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ഡിസ്പ്ലേ ആയിട്ടുള്ളത്. ഡൗൺ എന്ന് പറയുന്ന എന്താണ് മെസ്സേജാണ്. ഓക്കെ, ഡൗൺ എന്ന് പറയുന്ന മെസ്സേജ് എവിടെയായിരുന്നു? ഡൗൺ മൗസ് പ്രസ് ചെയ്യുന്ന സമയത്തായിരുന്നു ഡൗൺ എന്ന് പറയുന്ന മെസ്സേജിൽ നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിച്ചത്. സോ മെസ്സേജ് ഇസ് പ്രിന്റഡ് ദ സ്റ്റാറ്റസ് ബാറിൽ എന്താണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്? മൗസ് എക്സിൽ മൗസ് വൈയിലുള്ള കോർഡിനേറ്റിൽ മൂവിങ് മൗസ് സെറ്റ് 156,51 എന്ന് പറയുന്ന കോർഡിനേറ്റ് വാല്യൂ നമുക്കിവിടെ ഡ്രോ സ്ട്രിങ് എന്ന് പറയുന്നതിൽ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ മെസ്സേജ് എവിടെയാണ് ഡ്രോ ചെയ്യേണ്ടത്? മെസ്സേജിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡൗൺ എന്ന് പറയുന്ന മെസ്സേജ് മൗസ് എക്സ് മൗസ് വൈ എന്ന് പറയുന്ന കോർഡിനേറ്റിൽ വാല്യൂ എവിടെയാണോ കിട്ടിയിട്ടുള്ളത് അവിടെയാണ്, കറണ്ട് ലൊക്കേഷൻ ആണ് ഡൗൺ എന്ന് പറയുന്നത് ഡ്രോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഷോ സ്റ്റാറ്റസിൽ എന്താ കൊടുത്തിട്ടുള്ളത്? ഷോ സ്റ്റാറ്റസ് എന്ന് പറയുന്ന മൗസ് മൂവ് ചെയ്തത് ഷോ സ്റ്റാറ്റസ് ബാറിൽ ഡിസ്പ്ലേ ആവുന്നത് എന്താണ്? മൂവിങ് മൗസ് സെറ്റ് ME ഡോട്ട് ഗെറ്റ് എക്സ് പ്ലസ് ME ഡോട്ട്, അല്ലെങ്കിൽ അതിന് അപ്പൻഡ് ചെയ്തിട്ട് ME ഡോട്ട് ഗെറ്റ്, ആ രണ്ട് കോർഡിനേറ്റ്സിനെയും വാല്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാറ്റസ് ബാർ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ? മൂവിങ് മൗസ് അറ്റ് 156,51. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് മൗസ് ഇവൻറ്റ്സ്. മൗസ് ഇവൻറ്റ്സ് എന്താണെന്നും ഇവൻറ്റ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത മെത്തേഡുകളും പിന്നെ ഓൾസോ മൗസ് മെത്തേഡുകളിൽ അല്ല മൗസ് ലിസണറിൽ ഏതൊക്കെ മെത്തേഡുകളാണ് യൂസ് ചെയ്തതെന്നുള്ളതും അതും ഒരു പ്രോഗ്രാമിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ളതും ഓൾറെഡി ആ മെത്തേഡുകളുടെ പേര് പഠിക്കുക. പിന്നെ അതിലേക്ക് മൗസ് ഇവൻറ്റിൻ്റെ മെത്തേഡുകളുടെ പേരും പഠിക്കുക. അതിലേക്ക് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ മെത്തേഡിൻ്റെ ഉള്ളിലും പാരാമീറ്റർ കൊടുക്കുന്നത് മൗസ് ഇവൻറ്റിൻ്റെ ഒബ്ജക്റ്റ് ആണ്. അത് വെച്ചിട്ട് നമുക്ക് സിംപ്ലി ആക്സസ് ചെയ്തെടുക്കാം. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് മൗസ് ഇവൻറ്റ്. അപ്പം ആക്ഷൻ ഇവൻറ്റ് എന്താണ്? അപ്പം നമ്മൾ കീനെ പ്രസ് ചെയ്തു, മൗസിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്യുമ്പം അപ്പം ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇവൻറ്റാണ് ആക്ഷൻ ഇവൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇവൻ്റ് ആണ് ആക്ഷൻ ഇവൻ്റ് എന്ന് പറയുന്നത്. ഒന്നല്ലെങ്കിൽ അതിനെ ഐറ്റത്തിനെ ഡബിൾ ക്ലിക്ക് ആക്കുക, അല്ലെങ്കിൽ മെനു ഐറ്റത്തിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ആക്ഷൻ ഇവൻ്റ്. അവിടെയുള്ള മെത്തേഡിൻ്റെ പേരാണ് ഗെറ്റ് ആക്ഷൻ കമാൻഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. ഇവിടെ ഒരു സ്ട്രിങ്ങിന് ആ കമാൻഡിന് അസോസിയേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രിങ് ആണ് അവിടെ റിട്ടേൺ ചെയ്യാം. ഓക്കെ, അതിൽ അപ്പം ലിസണറിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യണം. ഒരൊറ്റ മെത്തേഡേ ഉള്ളൂ ഗെറ്റ് ആക്ഷൻ കമാൻഡ് എന്ന് പറയുന്നത്. ലിസണറിൽ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തു ബൈ യൂസിങ് ആഡ് ആക്ഷൻ ലിസണർ ദിസ് എന്ന് പറയുന്നത്. കറണ്ട് ആയിട്ടുള്ള എന്താണോ അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി യൂസ് ദിസ്. ഓക്കെ, ദെൻ എങ്ങനെയാണ്
ഏത് മെത്തേഡാണ് നമ്മൾ അവിടെ ലിസണർ സൈഡിലുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ആക്ഷൻ പെർഫോംഡ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഓക്കെ, ലിസണറിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ലിസണർ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ആക്ഷൻ പെർഫോംഡ് എന്ന് പറയുന്ന മെത്തേഡ്. അപ്പം ആക്ഷൻ ഇവന്റ് എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് നമ്മളൊരു ഒബ്ജക്റ്റിനെ വിളിച്ചു, AE എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. അതായിരിക്കണം, കാരണം ലിസണറിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത് ഓരോ ഇവന്റ് ആണ്. സോ ദെൻ ആക്ഷൻ ഇവന്റ് എങ്ങനെയാണ് നമ്മളൊരു പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ആക്ഷൻ ഇവന്റ് നമ്മളൊരു പ്രോഗ്രാമിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആപ്ലെറ്റിനെ നമ്മൾ ഓൾറെഡി ബട്ടൺ ഇവന്റ് ഡെമോ എന്ന് പറയുന്നത് ആപ്ലെറ്റിനെ നമ്മൾ വിളിച്ചു. ദെൻ ഇമ്പോർട്ട് ചെയ്തു, ആപ്ലെറ്റ്സിനെ ഇമ്പോർട്ട് ചെയ്തു, AWT ഇവന്റിനെ എല്ലാം ഇമ്പോർട്ട് ചെയ്തു. ബട്ടൺ ഇവന്റ് ഡെമോ എന്ന് പറയുന്നതാണ് ആപ്ലെറ്റിന്റെ പേര്. അത് തന്നെയാണ് നമ്മളെ ക്ലാസിന്റെ പേര്. ആപ്ലെറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്തു. ആക്ഷൻ ലിസണറിന് നമ്മൾ ഇന്റർഫേസിനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 2 ബട്ടൺസിന് B1 B2 എന്ന് കൊടുത്തു, സ്ട്രിങ് കൊടുത്തു. അപ്പോൾ ബട്ടണുകളിൽ ഒന്നല്ലെങ്കിൽ ഓക്കെ ക്യാൻസൽ എന്ന് പറയുന്ന B1ലേക്കും B2ലേക്കും ന്യൂ ബട്ടൺ എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ന്യൂ ബട്ടൺ, ഓക്കെ ക്യാൻസൽ എന്ന് പറയുന്ന 2 ബട്ടൺസ് ഉണ്ട്. ഓക്കെ, ദെൻ അപ്പോൾ എങ്ങനെയാണ് ആക്ഷൻ പെർഫോംഡ് എന്ന് പറയുന്ന ലിസണർ സൈഡിലുള്ള ആക്ഷൻ പെർഫോംഡ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. ഓക്കെ, ഒരു സ്ട്രിങ് ഉണ്ട്, str എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ AE എന്ന് പറയുന്ന ആക്ഷൻ ഇവന്റിന്റെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്ത ആക്ഷൻ ഇവന്റിന്റെ ഒബ്ജക്റ്റ് ആണ് AE ഡോട്ട് ഗെറ്റ് ആക്ഷൻ കമാൻഡ്. AE എന്ന് പറയുന്ന ആക്ഷൻ ഇവന്റ് ജനറേറ്റ് ചെയ്യുന്ന സമയത്തുള്ള മെത്തേഡിന്റെ പേരാണ് ഗെറ്റ് ആക്ഷൻ കമാൻഡ്. അപ്പം അതിലേക്ക് ആ ഒബ്ജക്റ്റിലേക്ക് AE എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വെച്ചിട്ട് ആ മെത്തേഡിനെ വിളിക്കുമ്പോഴാണ് സ്ട്രിങ്ങിലേക്ക് എന്താണോ ഉള്ളത് അതാണ് ആ കമാൻഡിന് അല്ലെങ്കിൽ ആ ഒരു കമാൻഡിന് അസോസിയേറ്റ് ആയിട്ടുള്ള സ്ട്രിങ് ആണ് STRലേക്ക് നമ്മൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ STR ഡോട്ട് ഈക്വൽസ് ഓക്കെ എന്നാണെങ്കിൽ ഓക്കെ ബട്ടൺ പ്രസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യിപ്പിക്കുക. ആ സ്ട്രിങ്ങിലേക്ക് നമ്മൾ എന്ത് ആക്ഷൻ ആണോ അവിടെ ചെയ്യുന്നത്, അതായത് ഓക്കെ ആണെങ്കിൽ ഓക്കെ, ക്യാൻസൽ ആണെങ്കിൽ ക്യാൻസൽ, അപ്പം അതിനെ ജസ്റ്റ് പ്രിന്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ക്യാൻസൽ ബട്ടൺ പ്രസ്ഡ് എന്ന് പറയും. ഇറ്റ്സ് വെരി സിമ്പിൾ. അതായത് ആക്ഷൻ പെർഫോംഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ലിസണറിലുള്ള മെത്തേഡിന്റെ പേര്. അപ്പം അത് പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ഷൻ ഇവന്റ്, അതായത് ആക്ഷൻ ഇവന്റ് എന്ന് പറയുന്നതിലൊരു ഒബ്ജക്റ്റ് കൊടുക്കുക. ആ ഒബ്ജക്റ്റ് ഡോട്ട് നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത് എന്താണ്, ഗെറ്റ് ആക്ഷൻ കമാൻഡ്. എന്ത് ആക്ഷൻ ആണോ അവിടെ എടുത്തിട്ടുള്ളത്, 2 ആക്ഷൻ ആണുള്ളത്. 2 ബട്ടൺസ് ആണ് ഇവിടെ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുള്ളത്, ഓക്കെ എന്ന് പറയുന്നതും ക്യാൻസൽ എന്ന് പറയുന്നതും. ആ 2 മെത്തേഡിനെ വിളിക്കാം, ആ 2 ബട്ടൺസിനെ വിളിക്കുക, ജസ്റ്റ് പ്രിന്റ് ചെയ്യിപ്പിക്കുക മെസ്സേജ്. ഓക്കെ, ദിസ് ഈസ് ദ ഔട്ട്പുട്ട്. ഓക്കെ എന്ന് പറയുന്ന ബട്ടൺ, ക്യാൻസൽ എന്ന് പറയുന്ന ബട്ടൺ. ഓക്കെ ആണ് ക്ലിക്കഡ് എന്ന് പറയുന്ന, ഓക്കെ പ്രസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കേനെ പ്രസ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ ദ മെസ്സേജ് പ്രിന്റഡ് വിൽ ബി ഓക്കെ ബട്ടൺ പ്രസ്ഡ്. ഓക്കെ, then what about adapter classes? Next we are going to discuss adapter classes. Adapter classes എന്ന് പറയുന്നത് ഓരോ ലിസണറിനും അസോസിയേറ്റ് ചെയ്തിട്ട് ഓരോ അഡാപ്റ്റർ ക്ലാസ്സസ് ഉണ്ടാവും. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഒരു ഡിഫോൾട്ട് ക്ലാസ്സസ് ആണ്. അതായത് നമ്മൾ എപ്പോഴൊക്കെ അഡാപ്റ്റർ ക്ലാസ് എന്ന് പറയുന്ന ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലിസണറിൽ ആവശ്യമുള്ള മെത്തേഡിനെ മാത്രം ഡിഫൈൻ ചെയ്താൽ മതി. ബാക്കിയുള്ള മെത്തേഡുകളെയൊക്കെ ഡിഫോൾട്ടായിട്ട് എന്താവും, ഡിഫൈൻ ചെയ്യപ്പെടും. അതിനെ നമ്മളെ പ്രോഗ്രാം വൈസിൽ നമ്മളായിട്ട് ഇത് ചെയ്യേണ്ട ആവശ്യം, ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഒരു അഡാപ്റ്റർ ക്ലാസ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു empty ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഡിഫോൾട്ട് ഇംപ്ലിമെൻറ്റേഷൻ ആണ് അഡാപ്റ്റർ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു അഡാപ്റ്റർ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ആർ നോട്ട് ഫോഴ്സ്ഡ് ടു പ്രൊവൈഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എല്ലാ മെത്തേഡ്സും. അതായത് ലിസണർ ക്ലാസ്സുകളില്ല, ഓരോ ലിസണർ ക്ലാസ്സിനും അസോസിയേറ്റ് ചെയ്തിട്ട് ഓരോ അഡാപ്റ്റർ ക്ലാസ്സസ് ഉണ്ട്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് യു ഹാവ് ടു റിമെമ്പർ. ഓരോ ലിസണർ ക്ലാസ്സസ്, ഫോർ ഈച്ച് ലിസണർ ദർ ഈസ് ആൻ അഡാപ്റ്റർ ക്ലാസ്. സോ നമ്മളൊരു അഡാപ്റ്റർ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിസണറിൻ്റെ എല്ലാ മെത്തേഡ്സിനെയും നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ് അവിടെ അല്ലെങ്കിൽ എന്ത് ആക്ഷനാണ് അവിടെ പെർഫോം ആയത്, ആ ആക്ഷൻ്റെ മെത്തേഡുകൾ മാത്രം ഡിഫൈൻ ചെയ്താൽ മതി നമ്മൾ. ബാക്കിയുള്ളത് ഡിഫോൾട്ടായിട്ട് അല്ലെങ്കിൽ ഡിഫോൾട്ട് ഇംപ്ലിമെൻറ്റേഷൻ പോലെ അത് നടന്നിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ മോഷൻ അഡാപ്റ്റർ ക്ലാസ് എന്ന് പറയുന്ന ഒരു ലിസണർക്ക് ഒരു അഡാപ്റ്റർ ക്ലാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലുള്ള 2 മെത്തേഡാണ് മൗസ് ഡ്രാഗഡും മൗസ് മൂവ്ഡും. ഓക്കെ, മോഷൻ ലിസണർ എന്ന് പറയുന്ന ഇന്റർഫേസിലുള്ള മൗസ് ഇവന്റിലുള്ള മോഷൻ ലിസണർ എന്ന് പറയുന്ന ഇന്റർഫേസിൽ 2 മെത്തേഡുകളുണ്ട്. അതിൻ്റെ അഡാപ്റ്റർ ക്ലാസിൻ്റെ പേരാണ് മൗസ് മോഷൻ അഡാപ്റ്റർ. നമുക്കിപ്പോൾ മൗസ് ഡ്രാഗഡ് എന്ന് പറയുന്നതിന് മാത്രം ചെയ്താൽ മതിയെങ്കിൽ മൗസ് ഡ്രാഗഡിനെ മാത്രം ഓവർറൈഡ് ചെയ്ത് അതവിടെ കാണിക്കും. ബാക്കിയുള്ളതോ മൗസ് മൂവ്ഡ് എന്ന് പറയുന്നതിൻ്റെ എല്ലാം എന്താണ്, empty ഇംപ്ലിമെൻറ്റേഷൻ ആണ് അവിടെ നടക്കുക. സോ ദാറ്റ് ഈസ് ദ കേസ്. ഓക്കെ, ആവശ്യമുള്ളത് മാത്രം നമ്മൾ ചെയ്യുക, ബാക്കിയുള്ളത്
ചെയ്യുന്നത് എം ടി ഇംപ്ലിമെൻറ്റേഷൻ പോലെ അല്ലെങ്കിൽ ഡിഫോൾട്ട് ഇംപ്ലിമെൻറ്റേഷൻ പോലെ അവിടെ നടക്കും. ആൻഡ് ദീസ് ആർ ദി അഡാപ്റ്റർ ക്ലാസ്സസ് ദർ. വിൻഡോ അഡാപ്റ്റർ ഉണ്ടായിരിക്കും വിൻഡോ ലിസണർക്ക്. അപ്പോൾ ഓരോ ലിസണറിനും അസോസിയേറ്റ് ചെയ്ത് ഓരോ അഡാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. മൗസ് ലിസണറിൻ്റെ അഡാപ്റ്ററിൻ്റെ പേരാണ് മൗസ് അഡാപ്റ്റർ. കീ ലിസണറിൻ്റെ അഡാപ്റ്ററിൻ്റെ പേരാണ് കീ അഡാപ്റ്റർ. ഓക്കെ, ദിസ് ഇസ് ദ കേസ്. അപ്പം എവറി ലിസണർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ആൻ അഡാപ്റ്റർ ക്ലാസ്. That's all. Thank you.